ഇനി നമുക്കൊരു കായുപ്പേരി ഉണ്ടാക്കിയാലോ. കായുപ്പേരി എന്ന് വെച്ചാൽ ബനാന ചിപ്സ് അല്ല കേട്ടോ. വെൽക്കം ബാക്ക് ടു കുറുമ്പീസ് വേൾഡ്. ഇതിനായി 4 നേന്ത്രക്കായ അല്ലെങ്കിൽ ഏത്തക്കായയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കായയുടെ 2 സൈഡിലെ അറ്റവും മുറിച്ചളഞ്ഞ് തൊലിയുടെ വരമ്പും മുറിച്ച് കളയാം. തൃശ്ശൂരിൽ എല്ലാ മെഴുക്കുവരട്ടികളെയും ഉപ്പേരി എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതിനുശേഷം കായയെ 2ആയി മുറിക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ കായയെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അരിഞ്ഞതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കുക. ഞങ്ങളുടെ മറ്റു വീഡിയോസ് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയ കായ ഒരു കുക്കറിലേക്ക് മാറ്റാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളമൊഴിച്ച് കുക്കർ അടച്ച് സ്റ്റൗവിൽ വെക്കാം. ഒരു വിസിൽ വന്നതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. കണ്ടോ, നമ്മുടെ കായ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് കാച്ചുന്നതിന് വേണ്ടി സ്റ്റൗ ഓണാക്കി പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് 8 ചുവന്നുള്ളി ചതച്ചതും 6 അല്ലി വെളുത്തുള്ളി ചതച്ചതും 1 തണ്ട് വേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കാം. ഉള്ളി ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കാം. ഉള്ളി ഗോൾഡൻ ബ്രൗണിഷ് കളറാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ മുളകുപൊടി ചേർത്ത് കൊടുക്കാം. മുളകുപൊടിയുടെ അളവ് എരിവിനനുസരിച്ച് കൂട്ടണമെങ്കിൽ കൂട്ടാം. ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ വേവിച്ച് വെച്ച കായയിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. മുളകുപൊടി മൂക്കുമ്പോൾ വേവിച്ച് വെച്ച കായ കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. എല്ലാ കായയും ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. 2-3 മിനിറ്റ് ഇളക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് ചോറിനും കഞ്ഞിക്കും നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിൾ റെസിപ്പി അല്ലേ. ടേസ്റ്റി ഉപ്പേരിയാണിത്. അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ബൈ.